ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വെറൈറ്റികളായിട്ടുള്ള 4 തരം പുട്ടുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. റവ, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, പിന്നെ സാധാരണ അരിപ്പൊടി, സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി ഒക്കെ ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ റവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടും അതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടും എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കണ്ടിട്ടുള്ള പുട്ടാണ്. അവൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ റവപ്പുട്ടാണ്. ഇത് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്നില്ല, ആ വറുത്തിട്ടുള്ള റവയാണ്. വറുത്തിട്ടില്ലെങ്കിൽ ഒന്ന് നന്നായി വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം അളവിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ഞാൻ അളവിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. ഇത്രയും അളവ് കൊണ്ട് ഒരു 6 കഷ്ണം പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 3/4 ഗ്ലാസ് വെള്ളം എടുക്കുക. 3/4 ഗ്ലാസ്സിനേക്കാളും കൂടാൻ പാടില്ല, അതിനേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യേണ്ട. തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നന്നായി വെള്ളം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തേക്കും വെള്ളം എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ, റവ എല്ലാം ഒന്ന് നനഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് റവ എല്ലാം ഒന്ന് കൂട്ടി ഒന്ന് ഒരുമിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് നന്നായി ഒന്ന് പൊടിച്ച് എടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം മാത്രമാണ് നമുക്കിത് കൈകൊണ്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് ഒട്ടണ പോലെ തോന്നും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ കൈകൊണ്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുക കേട്ടോ. ഒരു 2 കൈപ്പിടി തേങ്ങയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പം അതിൽ വെള്ളം കൂടി ഇങ്ങനെ കൈകൊണ്ട് വീണ്ടും മുട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്പൂണും കൂടി റവ നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് 1 ഗ്ലാസ് റവയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളം വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റവ പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. 10 മിനിറ്റിന് ശേഷം മാത്രം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ ഇടുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പൊടി ഇടുക, റവ പൊടി ഇടുക, പിന്നെ അതുപോലെ കുറച്ചും കൂടി തേങ്ങ ഇടുക. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആവി കയറ്റി നന്നായി വേവിച്ചെടുക്കുക. ആവി വന്നതിന് ശേഷം 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി 2-3 മിനിറ്റ് ആവി വന്നതിന് ശേഷം അത് എടുക്കുക. എന്നിട്ട് സാധാരണ നമ്മുടെ പുട്ട് കുത്തിയെടുക്കുന്ന പോലെ എടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പുട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വെറുതെ ഈ പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു പപ്പടം മാത്രം മതി, ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്ത പുട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രാത്രി ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത് കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടി. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചോറ് വേണം. നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന ചോറില്ലേ, ആ ചോറ്, പിന്നെ അരമുറി തേങ്ങയും വേണം കേട്ടോ. അപ്പോൾ ഈ പൊടി കുഴക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പൊടിയുടെ 1/3 ഭാഗം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ, 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചോറ്, സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറില്ലേ, ആ ചോറ് 2 ടേബിൾ സ്പൂൺ ചോറും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്രയും പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വളരെ കുറച്ച് മതി, കാരണം ഇനിയും ഗോതമ്പ് പൊടി ഇടാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് പിന്നെ നമുക്കിടാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട അതേ അളവിൽ തന്നെ കുറച്ചും കൂടി ഗോതമ്പ് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ജാറൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. വെള്ളം ഒഴിക്കാത്ത കാരണം തന്നെ ഇത് നന്നായി ഒന്ന് അരഞ്ഞു പോവില്ല, നന്നായി കട്ട പിടിക്കില്ല. കുറേ നേരം നമ്മൾ അതിട്ടിട്ട് മിക്സി ഓൺ ചെയ്തിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. ഒരു 5-6 സെക്കൻഡ് ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചോറും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം ഈ ഗോതമ്പ് പൊടിയും എല്ലാം മിക്സായിട്ട് പുട്ടുപൊടി നനച്ച പോലെ തന്നെ ഉണ്ടാവും. എല്ലാം മിക്സ് ആയിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയി കിട്ടും. കണ്ടില്ല, കൈകൊണ്ട് കൂട്ടി പിടിക്കുമ്പോൾ അതൊരു ഉണ്ടയാവുന്ന രീതിയിലാവും, മാവ് ഒരു ഉണ്ട ആവുന്ന രീതിയിലാവും. അപ്പോൾ പുട്ടിൻ്റെ പൊടി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇടുക, പിന്നെ നമ്മുടെ പുട്ടുപൊടി ഇടുക, അങ്ങനെ തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, അങ്ങനെ എന്നിട്ട് സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ എടുക്കുക. അപ്പോൾ പുട്ട് വെച്ചിട്ട് ആവി വന്നാൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. സാധാരണ പുട്ട് കുത്തിയെടുക്കുന്ന പോലെ വേഗം തന്നെ കുത്തിയെടുക്കരുത്. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഈ പുട്ടിന് ആവി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. കാരണം ഗോതമ്പ് പൊടി ഒന്ന് നന്നായി വെന്ത് കിട്ടണം, അല്ലെങ്കിൽ ഒരു മണം ഉണ്ടാവും, ഗോതമ്പ് പൊടിയുടെ മണം ഉണ്ടാവും.
അപ്പോൾ നന്നായി ആവി വന്നതിന് ശേഷം നമ്മൾ പുട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. കുറച്ച് ചോറ്, തേങ്ങ, ഗോതമ്പ് പൊടി ലെയറായി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇത് ലെയറായി ഇട്ട് കൊടുത്താൽ മതി. 2 സെക്ഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കൂടുതലായി ഇട്ട് കൊടുക്കണ്ട, അല്ല എല്ലാം കൂടി പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് അവിൽ ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോൾ പൊടി കുഴയ്ക്കുമ്പോഴായിട്ട് അത് പെട്ടെന്ന് കട്ട കുത്തും, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മണി പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഇത് ഞാൻ മിക്ക ദിവസവും വീട്ടിലുണ്ടാക്കാറുള്ളതാണ്. ഇതുപോലത്തെ ഒരു ബൗളുണ്ട്. ഒരു ബൗള് പത്തിരിപ്പൊടിയാണ് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ബൗൾ തന്നെ വെള്ള അവിൽ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള അവിലൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടണ്ട, ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണ്ട, കുറച്ച് തരിയുള്ള രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിയായി കിട്ടും. കണ്ടില്ലേ, ഇത്രയും പൊടിഞ്ഞ് കിട്ടിയാൽ മതി, നന്നായി ഫൈനായിട്ട് പൊടിയണ്ട. അപ്പോൾ ഈ പൊടിയും കൂടിയിട്ട് അവിൽ പൊടിച്ചതും കൂടിയിട്ട് നമ്മൾ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇനിയിപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് ആ പാത്രം കൊണ്ട് തന്നെ 1/4 പാത്രം വെള്ളം എടുത്തിട്ട് ഈ പൊടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് നനച്ചെടുത്താൽ മതി. കാരണം നമ്മൾ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം കൂടണ്ട. അപ്പോൾ നല്ല പുട്ടുപൊടി കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ സ്റ്റീമെയ്ഡ് പുട്ടുപൊടി വാങ്ങിക്കാറില്ല, അതുപോലത്തെ ടേസ്റ്റും കിട്ടും, പിന്നെ അതുപോലത്തെ രൂപവും കിട്ടും കേട്ടോ ആ പുട്ടിന്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടിന് നല്ല മണത്തിന് വേണ്ടിയിട്ട് പുട്ടും കൂടെ വെള്ളം അടപ്പത്ത് വെക്കുമ്പോൾ അതിലേക്ക് വെള്ളത്തിലേക്ക് 2-3 ഏലക്കായ ചതച്ചിട്ട് കഴിഞ്ഞാലായിട്ട് പുട്ടിന് നല്ല മണം കിട്ടും കേട്ടോ. ഇത് ഞാൻ സാധാരണ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കില്ലേ, അപ്പോഴാണ് ചെയ്യാറ്. അതിൽ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ആ മണം ഉണ്ടാവില്ല. അവയിൽ വെച്ചിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ട് ഉരലിലൊക്കെ ഇടിച്ചിട്ട് പുട്ടുണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കടലക്കറി, പിന്നെ ഗ്രീൻ പീസ് കറി ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റീമെയ്ഡ് പുട്ടുപൊടി. സാധാരണ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കില്ലേ സ്റ്റീമെയ്ഡ് പുട്ടുപൊടി, അത് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവണ ഒരു പുട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ 1 കപ്പ് സ്റ്റീമെയ്ഡ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടുന്നത്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പിന്നെ ദേ കുറച്ച് നെയ്യ്, 1/2 സ്പൂൺ നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആവും പുട്ട്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ നന്നായി കഴിക്കും ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, ഒരു പപ്പടമോ പഴമോ മാത്രം മതി കഴിക്കാനായിട്ട് കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നേരമില്ല. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം. കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ വേഗം കഴിച്ചോളും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്യും കേട്ടോ. 2-3 പപ്പടം വറുത്താൽ മതി, അല്ലെങ്കിൽ പഴം ഉണ്ടായാലും മതി കേട്ടോ. സ്റ്റീമെയ്ഡ് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള 4 തരം പുട്ടും, ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള 4 തരം പുട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മളെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടില്ലേ, അത് രാത്രി പരമാവധി നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് പകരം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.